സത്യ ഗോപിയേട്ടാ, ആ പെൺകുട്ടിക്കും പ്രണവിനെ ഇഷ്ടായിന്ന നിധി പറയുന്നത്. എന്തായാലും നോക്കാം. എല്ലാം നിധിമോളെ തീരുമാനിക്കുന്നു. നല്ലതാണെങ്കിൽ നമുക്ക് നടത്താന്നേ. ഓ ശരി, ഞാൻ രാത്രി വിളിക്കാം. എന്താ എന്തു പറ്റി? ഞാനേ സാരി വിരിക്കാനായിട്ട് ടെറസിലോട് ചെന്നപ്പോഴേ വസുന്ധരാന്റെ അവിടെ നിന്ന് ആരോടോ രഹസ്യമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ അവള് പറയുന്നേ? അത്യാവശ്യമായിട്ട് കാണണമെന്നും ഇവിടെ വെച്ച് സംസാരിച്ചാൽ നിധി കേൾക്കൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുറത്ത് എവിടെയോ വെച്ച് കാണാൻ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മില് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടല്ലോ, ആ പന്തയം. അതിനെന്തോ പ്ലാൻ ഒപ്പിക്കാനുള്ള പരിപാടിയാ. ഒന്നും വ്യക്തമായിട്ട് കേട്ടില്ല, പക്ഷെ നടക്കാൻ പോകുന്നത് എന്തോ ചതി ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് വ്യക്തം. എടിമോളെ, നീ സൂക്ഷിക്കണം. നിന്നെ തോൽപ്പിക്കാനായി വസു ഏതു വഴിയും സ്വീകരിക്കും. എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് ആ വീടും വസ്തുവും വാങ്ങിപ്പിക്കാതിരുന്ന അതോടെ നിന്നെ ഇവിടുന്ന് പുറത്താക്കാമല്ലോ എന്ന് മാത്രമായിരിക്കും വസു ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അവൾ എന്ത് വൃത്തികേടും ചെയ്യും. അവളുടെ കള്ള ലക്ഷണം കണ്ടില്ലേ? ദുരുദ്ദേശം ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയതെന്തിനാ? അത് ഉറപ്പല്ലേ അമ്മേ, ഈ പോക്ക് എന്തോ പ്ലാൻ ഒപ്പിക്കാൻ തന്നെയാ. ഇവളെവിടെയാണ് പോകുന്നതെന്നും ആരെയാണ് കാണുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിന്നെ പുറത്താക്കാനുള്ള വഴി അവളെ ഒപ്പിക്കും. ഞാനൊന്ന് പുറകെ പോയാലോ അമ്മേ? നീ തനിച്ചു പോണ്ട, ഞാനും വരാം. അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പോയും തോന്നും. സമയം കളയണ്ട, നമുക്ക് അവളുടെ പിന്നാലെ പോകാം. വാ. എടിമോളെ, വസു പോയി വേഗം ചെല്ല്. ഞാൻ പോട്ടെ അമ്മേ, പെട്ടെന്ന് ഓട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. ഞാനും കൂടി വരാം, നിന്നെ ഓട്ടോ കയറ്റി വിടാം. ചെല്ല്.